ലക്ഷ്മിയുടെ ആദ്യത്തെ നോമിനേഷൻ ആദിലയാണ്. എന്നാൽ നൂറ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞതിനുള്ള മറുപടിയും കൂടാണ് ലക്ഷ്മി പറയുന്നത്. ഗേൾസിൻ്റെ ഗ്യാങ്ങിലോട്ട് ഞാൻ അധികം അങ്ങോട്ട് വരുന്നില്ല. അത് കാരണം അവിടെ നടക്കുന്നത് ഗ്ലോസിപ്പുകളാണ്, അതുകൊണ്ടാണ് വരാത്തത്. വളരെ സില്ലിയായ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോകും. ഇന്നലെ തന്നെ യെല്ലോ സോഫയുടെ ചുറ്റിനും ഇരുന്ന് ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ കിച്ചണിലായതുകൊണ്ട് ഞാനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അക്ബർ ചോദിക്കുന്നത് ചെവി ഇവിടെ വെച്ചിട്ടാണോ പോകുന്നതെന്ന്. ആ ഒരു ചോദ്യം കേട്ടപ്പോഴാണ് സത്യത്തിൽ ഞാൻ അങ്ങനെ നോക്കുന്നത്, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ഒരു ചോദ്യം കേട്ടാൽ ആരായാലും അങ്ങനെ ചിന്തിക്കുമല്ലോ. ഈ വീട്ടിൽ എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സ് വന്ന പോലെ എൻ്റെ അമ്മയും വന്ന്. എൻ്റെ അമ്മ എന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരാളല്ല. അമ്മയ്ക്ക് അമ്മയുടേതായ പേഴ്സണാലിറ്റിയും വ്യക്തിത്വവും അഭിപ്രായങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോഴേക്കും ഷാനവാസ് ഇടപെടുന്ന. ഷാനവാസ് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള സമയമില്ല, നോമിനേറ്റ് ചെയ്തിട്ട് പോകാനെന്ന് പറയുന്നത്. ഇത് എൻ്റെ സ്പേസാണ്, ഞാൻ സംസാരിക്കുമെന്ന് ഷാനവാസിനോട് പറയുന്നത്. എൻ്റെ അമ്മ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഒരു മോളെന്ന നിലയിൽ അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആർക്കായാലും ദേഷ്യം വരും. പക്ഷേ പറഞ്ഞ ആൾക്ക് ഒരു ക്വാളിറ്റിയും ഇല്ലെങ്കിൽ എൻ്റെ അമ്മ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ അമ്മ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. എനിക്കും അനിയത്തിക്കും വേണ്ടി മാത്രം ജീവിച്ചതാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും മൂല്യമുണ്ടെങ്കിൽ അത് പകർന്നു തന്ന ഒരു വ്യക്തിയാണ്. അനീഷ് പറയുന്നുണ്ടായിരുന്നു, അവർക്ക് വോട്ടവകാശമുള്ള 2 വ്യക്തികളാണ്, എന്തിനാണ് അവർക്ക് വേണ്ടി ഷാനവാസ് സംസാരിക്കുന്നതെന്ന്. അത് ചോദിച്ചപ്പം അവർക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആവശ്യമില്ല. അതിനെന്ത് ജസ്റ്റിഫിക്കേഷനാണ് ആദിലേക്ക് പറയാനുള്ളതെന്ന് ഞാൻ കാതോർത്തിരിക്കുകയായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു ലക്ഷ്മി. ഷാനവാസ് ഇല്ലെന്ന് തോളുകൊണ്ട് കാണിക്കുന്നു. ലക്ഷ്മി അടുത്ത നോമിനേഷൻ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഷാനവാസ് കൈയെടുത്ത് തൊഴുന്നു. അപ്പോൾ ലക്ഷ്മി ഷാനവാസിനെ നോക്കപ്പെട്ടിരുന്നു. ഇല്ല, ഷാനവാസ് അത്ര വലിയ വിഷമൊന്നും അല്ല, അതിലും വലിയൊരു വിഷം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഷാനവാസിനെ അല്ല നോമിനേറ്റ് ചെയ്യുന്നത്. ഷാനവാസ്, നിങ്ങൾ പാവമാണെന്ന് എനിക്കറിയാം, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ എടി പൊടി എന്നൊക്കെ വിളിച്ചാലും ഒന്നും പറയാത്തത്. എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ഒരിതില്ല. അതുകൊണ്ട് ഞാനത് നിർത്തി, ഞാനിനി പറയത്തില്ല. എന്നാലും നിങ്ങൾ അത്രയ്ക്കും വിഷമല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷം അക്ബറാണ്. നമ്മളൊക്കെ സംസാരിക്കുമ്പോഴും അതിനേക്കാളും ഒച്ചത്തിൽ ഉറക്കെ ആ വിഷത്തെ തുപ്പും. ഏറ്റവും വലിയ കുത്തിത്തിരിപ്പാണ് അക്ബർ. എന്നിട്ട് ആ ഒരു പട്ടം വേറൊരാളുടെ തലയിൽ വെച്ച് കെട്ടി ബിന്നിക്കത് കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു പാട്ടും കൂടെ ഇട്ട് അത് വെളിയിലോട്ട് നല്ല വൈറലാക്കി. പക്ഷേ കുത്തിത്തിരിപ്പിൻ്റെ ആശാൻ അക്ബറാണ്. ഈ വീട്ടിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസ് പല കാര്യത്തിലും പാവമാണ്. ഷാനവാസ് അത്ര ക്രൂക്കഡായിട്ട് ചിന്തിക്കുന്നില്ല. എനിക്കറിയാം ഷാനവാസ്, എനിക്ക് ഇവിടുത്തെ നിങ്ങളിൽ ഓരോരുത്തരെയും എനിക്കറിയാം. അത് കേട്ടത് അക്ബർ ഷാനവാസിനെ നോക്കി ചിരിക്കുകയാണ്. വീക്കെൻഡ് നോമിനേഷനിൽ സാബു സംസാരിച്ചത് അതിലും വലുതൊന്നും അക്ബറിന് ഇനി കിട്ടാനില്ല. അക്ബർ നോക്കുന്നത് പുറത്തേക്ക് തൻ്റെ എന്ത് ഇമേജാണ് പോകുന്നത്. അത് ഇമേജ് മോശമാണെന്ന് കണ്ടപ്പോൾ ഉടനെ സാബുവിനടുത്ത് വിളിച്ചിട്ട് നീ എന്താണ് അങ്ങനെ പറഞ്ഞത്, ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ. പക്ഷേ സാബു അതിലൊന്നും വീണില്ല. സാബു സ്ട്രോങ് ആയിരുന്നു, അവൻ അതിൽ ഉറച്ചു നിന്നു. അവൻ ഇപ്പോഴും മാറ്റി പറഞ്ഞിട്ടില്ല. സാബുവിനെ വായടപ്പിക്കാൻ കുറേ നോക്കി, ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ. എന്നാൽ സാബു അതിൽ ഉറച്ചു തന്നെ നിന്നു. ആ നോമിനേഷനിൽ സാബു പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു നോമിനേഷൻ അക്ബർ, അടുത്തത് ആദില. അക്ബർ ആദ്യമൊക്കെ ചിരിച്ച മുഖത്തോടെ ഇരുന്നത്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മി പറഞ്ഞ് അക്ബറിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഞാൻ അടുത്തൊരു ലൈവുമായിട്ട് വരാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പുതിയ ചാനലാണ്, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.